വാർത്തയിലേക്ക്. താമരശ്ശേരി ചുരം വീണ്ടും താൽക്കാലികമായി അടയ്ക്കും. ശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞ ഭാഗത്ത് നിന്ന് കല്ലും മണ്ണും വീണ്ടും ഇടിയുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. അടിവാരം ഭാഗത്തും വൈത്തിരി ഭാഗത്തും വാഹനങ്ങൾ തടയും. ഫൈസൽ നെടുമാല കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരും. ഫൈസൽ, എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? വീണ്ടും മണ്ണിടിയുന്നുണ്ടോ? ഒപ്പം തന്നെ ഗതാഗതം എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? അനീഷ, നമ്മൾ ഏറെ ആശങ്കയോടെ നോക്കിക്കാണുകയാണ് വയനാട് ചുരം. ഇപ്പോൾ വീണ്ടും ഒരു 8:30യോട് കൂടി താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ഇന്നലെ പൂർണ്ണമായും മണ്ണും ചെളിയും അടിഞ്ഞ പാറ കഷ്ണങ്ങളൊക്കെ തന്നെ റോഡിൽ നിന്ന് നീക്കം ചെയ്ത് ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിരുന്നു. എന്നാൽ രാവിലെ അതിശക്തമായിട്ടല്ലെങ്കിലും ഭേദപ്പെട്ട രീതിയിൽ ഈ താമരശ്ശേരി ചുരത്തിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ണൊലിച്ചു വന്ന ഭാഗത്തു കൂടി വെള്ളം ശക്തിയായി കുത്തിയൊലിച്ചു ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലെ ഇളകി കിടക്കുന്ന കല്ലിന്റെ കഷ്ണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. പോകുന്ന യാത്രക്കാർക്കൊക്കെ തന്നെ അവരുടെ മേത്ത്, അവരുടെ ശരീരത്തിലേക്കും അല്ലെ വാഹനത്തിലേക്കൊക്കെ കല്ല് പതിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വെള്ളം കുത്തിയൊലിച്ചു വരുന്നത് കാരണം ഈ കല്ലൊക്കെ തന്നെ ഇതിന്റെ കൂടെ താഴേക്ക് പതിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതാണ് ഇപ്പോൾ ചുരം വീണ്ടും താൽക്കാലികമായി അടച്ചിടാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നത്. താമരശ്ശേരിയിൽ അടിവാരത്തും അതുപോലെ ലക്കിടി വ്യൂ പോയിന്റിലും കവാടത്തിനോട് ചേർന്നുമാണ് ഇപ്പോൾ വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതറിയാതെ എത്തുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നുണ്ട്. എന്നാലും അപകടം ഇപ്പോഴും പതിയിരിക്കുകയാണ്. കൂടുതൽ വലിയ വലിയ പാറക്കഷ്ണങ്ങൾ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ വലിയ തരത്തിലേക്ക് ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഫയർഫോഴ്സിന്റെയും സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ സ്ഥലത്തുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി പ്രധാനമായും ചെയ്യാനുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങളുടെ ബാക്കി, അതായത് ഈ ഇടിഞ്ഞ ഭാഗത്ത് അവശിഷ്ടങ്ങളുടെ ബാക്കി കല്ലുകളൊക്കെ തന്നെ ഉണ്ട്. അത് പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ കല്ലും മണ്ണും താഴേക്ക് എത്താനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ജിയോളജിക്കൽ വകുപ്പിന്റെയും മണ്ണ് സംരക്ഷണ വകുപ്പ്, ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവരുടെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തുമെന്ന് അറിയിച്ചിരുന്നു. അതും അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും ചുരത്തിന്റെ താഴ്ഭാഗത്തും അടിവാരം ഭാഗത്തും കവാടത്തിലും പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. പോലീസ് വാഹനങ്ങൾ തടയുന്നുണ്ട്. ഈ ഒരു അപകട ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണമാണ് ഇപ്പോൾ ഈ ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. അനീഷ. ഫൈസൽ, ഏതായാലും ഇപ്പോൾ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇപ്പോഴും അവർ സ്ഥലത്ത് തുടരുന്നുണ്ടോ? എന്താണ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? അനിഷ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിശോധന ഇന്നും തുടരും. ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും അതുപോലെ ഈ ചുരം ഇടിഞ്ഞ 80 മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ഈ കല്ലും പാറ കഷ്ണങ്ങളൊക്കെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചത്. ഇതിന് മുകളിൽ ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് ഒരു പരിശോധന നടത്തിയിരുന്നു. വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ പാറ കഷ്ണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം വീണതുപോലെ വലിയ പാറക്കെട്ടുകൾ ഇനി താഴേക്ക് വീഴാൻ സാധ്യതയില്ല എന്നുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നും ആ പരിശോധന തുടരുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകത്താണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മണ്ണും ഇപ്പൊ നിലവിൽ താഴെ റോഡിലൊക്കെ പതിഞ്ഞിട്ടുള്ള കല്ലുകളൊക്കെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പരിശോധന പൂർത്തിയാക്കി പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ ആ ഭാഗത്ത് നിൽക്കുമ്പോഴൊക്കെ കല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകൾ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മഴയുടെ അളവ് ഒരു ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിലും വെള്ളത്തിന്റെ ഒഴുക്ക് ഈ ഒരു ഭാഗത്ത് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശക്തമായ നീരൊഴുക്കാണ് ഈ ഒരു ഭാഗത്ത് ഉള്ളത്. നേരത്തെ തന്നെ ഈ ഒരു ഭാഗത്ത് നീർച്ചാലുണ്ടായിരുന്നു. ഈ നീർച്ചാലിൽ വെള്ളം കെട്ടി നിന്നതാണ് ഇത്തരത്തിൽ പാറ കഷ്ണങ്ങൾ ഇളകി താഴേക്ക് വരാനുള്ള കാരണം എന്നാണ് പ്രാഥമികമായി പറഞ്ഞിരുന്നത്. ഇപ്പോഴും ഈ ഒരു നീർച്ചാലിൽ വളരെ ശക്തിയായിക്കൊണ്ട് വെള്ളം ഇരച്ച് താഴേക്ക് വരുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇളകിക്കിടക്കുന്ന പാറ കഷ്ണങ്ങളും ചെറിയ ചെറിയ കല്ലുകളും മണ്ണും ഈ വെള്ളത്തിലൂടെ ഒലിച്ച് താഴേക്ക് വരുന്നത്. ഇതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. നിരന്തരം, അതായത് മിനിറ്റുകൾക്ക് ഇടവിട്ടുകൊണ്ട് ഇത്തരത്തിൽ കല്ലുകൾ താഴേക്ക് പതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ അവിടെ നിൽക്കുമ്പോഴൊക്കെ അത്തരത്തിലുള്ള കല്ലുകൾ താഴേക്ക് പതിച്ചിരുന്നു. വലിയ പാറ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വരാനുള്ള ഒരു സാധ്യത മുന്നിൽ
കണ്ടുകൊണ്ടാണ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. ഇനി ഇത്തരത്തിൽ വാഹനങ്ങൾ പോകുമ്പോൾ കൂടുതൽ ജർക്കിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇളകിക്കിടക്കുന്ന കൂടുതൽ കല്ലുകൾ ഈ വാഹനങ്ങൾക്ക് നേരെ പതിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇന്നലെ റോഡ് പൂർണ്ണമായും ക്ലിയർ ചെയ്തതായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി വലിയ പാറക്കഷ്ണങ്ങൾ 2-3 പാറക്കഷ്ണങ്ങളൊക്കെ തന്നെ റോഡിലേക്ക് വീണ് ഒരു പകുതിയോളം റോഡിന്റെ പകുതിയോളം അത്തരത്തിൽ പാറക്കഷ്ണങ്ങൾ വന്ന് അടിഞ്ഞിട്ടുമുണ്ട്. അനീഷ.